കേരളം കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ പോരാട്ടം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകര ലോക്സഭാ മണ്ഡലത്തിൽ ഷാഫി പറമ്പിലും ശൈലജ ടീച്ചറും തമ്മിലുള്ള മത്സരം. ടീച്ചറമ്മയെന്നും കോവിഡ് കാലത്തെ കേരളത്തിൻ്റെ സംരക്ഷകയെന്നും പറഞ്ഞുകൊണ്ട് കോടിക്കണക്കിന് രൂപയുടെ PR വർക്കുകളുമായി CPM സകല അടവുകളും പയറ്റിയപ്പോൾ വടകര പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഷാഫി പറമ്പിൽ എന്ന യുവ പോരാളി തേരാളി 1,14,000 വോട്ടുകളുടെ ചരിത്ര ഭൂരിപക്ഷത്തിന് വമ്പിച്ച ഭൂരിപക്ഷത്തിനാണ് ടീച്ചറമ്മയെ പരാജയപ്പെടുത്തിയത്. വടകര പാർലമെൻറ്റ് മണ്ഡലത്തിലെ വിവിധ നിയമസഭാ മണ്ഡലങ്ങളായ വടകരയിലും കുറ്റ്യാടിയിലും നാദാപുരത്തും തലശ്ശേരിയിലുമെല്ലാം 10,000-കണക്കിന് ജനങ്ങൾ ഷാഫി പറമ്പിൽ എന്ന യൂത്ത് ബ്രിഗേഡിൻ്റെ പിന്നിൽ അണിനിരന്നപ്പോൾ പിറന്നത് ചരിത്രം. 1,14,000 എന്ന ചരിത്ര ഭൂരിപക്ഷത്തിന് വടകര പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ വികസനോന്മുഖ ഭൂരിപക്ഷമാണ് ജനങ്ങൾ നൽകിയത്. ഷാഫി പറമ്പിൽ പോകുന്നിടത്തെല്ലാം 10,000-കണക്കിന് ജനങ്ങൾ അലമുറയിട്ടുകൊണ്ട് ഷാഫി ഷാഫി ഷാഫിക്ക ഷാഫി ചേട്ടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജനലക്ഷങ്ങൾ അദ്ദേഹത്തിൻ്റെ പിന്നിൽ അണിനിരന്നത് നമ്മൾ കണ്ടു. ജനങ്ങൾ എന്തുകൊണ്ടാണ് ഷാഫി പറമ്പിൽ എന്ന പൊതുപ്രവർത്തകനെ ഇത്രയേറെ സ്നേഹിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിനൊരേ ഒരു ഉത്തരം മാത്രം: ജനങ്ങളോട് കാട്ടുന്ന അനുഭൂതി, അനുഭാവം, ജനങ്ങളോട് കാട്ടുന്ന ഇഷ്ടം, സ്നേഹം. ഉത്തരവാദിത്തത്തോടുകൂടി ഒരു ജനപ്രതിനിധി എങ്ങനെ പെരുമാറണം. പാലക്കാട് മണ്ഡലത്തിൽ അദ്ദേഹം വിജയിച്ചത് 2011 ആദ്യമായി വിജയിച്ചതിനെ തുടർന്ന് വീണ്ടും 2016-ലും 2021-ലുമെല്ലാം ജനങ്ങൾ വീണ്ടും തിരഞ്ഞെടുത്തു. 2021 ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ബ്യൂറോക്രാറ്റായിട്ടുള്ള ശ്രീധരൻ എന്ന് പറയുന്ന അത്രയും വലിയ ആ ഒരു മനുഷ്യൻ വന്ന് മത്സരിച്ചിട്ട് പോലും പാലക്കാട് ജനത ഷാഫി പറമ്പിലിനോടൊപ്പം ഉറച്ചു നിന്നു. എന്തുകൊണ്ടെന്നാൽ കഴിഞ്ഞ കാലങ്ങളിൽ പാലക്കാടിൻ്റെ വികസനോന്മുഖമായ മുന്നേറ്റത്തിന് ചരിത്ര നേതൃത്വം നൽകിയ ഷാഫി പറമ്പിലിനെ ആ ജനങ്ങൾ കൈവിട്ടില്ല. ആ ജനവികാരം തീർച്ചയായിട്ടും വടകരയിലേക്ക് ആഞ്ഞു വീശി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നാദാപുരത്തും കുറ്റ്യാടിയിലും തലശ്ശേരിയിലുമെല്ലാം കണ്ട രാത്രി 1 മണിക്കും 2 മണിക്കുമെല്ലാം ഷാഫി പറമ്പിലിനെ കാത്തിരുന്ന 10,000-കണക്കിന് ജനങ്ങളുടെ ആവേശം, ആ അലമുറയിടുന്ന ആവേശം നമുക്ക് ഈ വീഡിയോയിൽ കാണാം. സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.